നമസ്തേ. കുടുംബ ബന്ധങ്ങളിലായാലും പ്രണയബന്ധങ്ങളിലായാലും മറ്റേത് രീതിയിലുള്ള ബന്ധങ്ങളിലായിട്ടുണ്ടെങ്കിലും ഈ ബന്ധങ്ങൾ ഈ വ്യക്തികളുടെ പ്രത്യേകതകൾ കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ കൊണ്ട് സ്വരച്ചേർച്ച ഇല്ലാതാകുന്ന അവസ്ഥകൾ കൊണ്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് ഈ വ്യക്തികളുടെ സ്വഭാവം, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തകർന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതും കാണുന്നതും. എന്നാൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ തകർക്കാനുള്ള ഒരു പൈശാചിക ഊർജം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വ്യക്തികൾ എന്ന് തോന്നിപ്പോകുന്നതായിട്ടുള്ള ചില മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ബന്ധങ്ങൾ തകരാനായിട്ട് കാരണമാകുമെന്നുള്ളതാണ്. അപ്പം ഞാനിത് ഏതെങ്കിലും രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്കോ അല്ലെങ്കിൽ പിശാച് പോലുള്ള കൺസെപ്റ്റുകളിലേക്കോ പോകുന്നതിനപ്പുറത്തേക്ക് ഞാൻ സിംബോളിക്കായിട്ടാണ് ഈ ഒരു പേര്, ഈ ബന്ധങ്ങൾ തകർക്കുന്ന പൈശാചിക ഊർജം എന്നുള്ള പ്രയോഗം ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ചിലപ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളുണ്ടായിരിക്കും, ഡാർക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും, കുറച്ച് ആത്മീയത ചിലപ്പോൾ ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ തകരുന്നതിന് ഇത്തരത്തിലുള്ള വ്യക്തികൾ കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടിയിരിക്കുന്നു, ഇങ്ങനെ പല രീതിയിൽ പല തലങ്ങളിൽ പല ആംഗിളുകളിൽ കൂടെയുള്ള ആത്മപരിശോധനയ്ക്കും റിപ്പയറിനും വേണ്ടിയാണ് ഈ ഒരു വിഷയം ഇവിടെ സംസാരിക്കുന്നത്. ബന്ധങ്ങൾ തകർക്കുന്നതിന് ഒന്നാമതായിട്ട് ചില വ്യക്തികൾ എടുക്കുന്ന പണിയാണ് സംശയത്തിൻ്റെ വിത്ത് പാകുക എന്നുള്ളത്. ഈ സംശയം എന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പൊട്ടിമുളയ്ക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ ഒരു പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. അതിൽ ഒരാളുടെയോ ഇരുവരുടെയോ ഉള്ളിൽ പതിയെ അവർ പോലും അറിയാതെ സംശയത്തിൻ്റെ വിത്തുകൾ പാകുന്ന സമയത്ത് ഒരിക്കലും സംശയിക്കാത്ത വ്യക്തി പോലും ഈ ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യത്തിനെക്കുറിച്ച് ചിലപ്പോൾ സംശയിച്ച് തുടങ്ങുമെന്നുള്ളതാണ്. കാരണം ഡൗട്ട് എന്ന് പറയുന്നത് പൈശാചിക വിഭജന തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു കാര്യം ഉണ്ടോ, അത് ശരിയാണോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെയാണോ ഓടുന്നത്, അങ്ങനെയാണോ വേണ്ടത്, ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള ഡൗട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊരു വിത്തായിട്ട് കൃത്യമായിട്ട് ബലമില്ലാത്ത മനസ്സുകളിൽ പെട്ടെന്ന് തന്നെ അത് വേരിറക്കി വളർന്നു വരും. അത് ബന്ധങ്ങൾ തകർക്കാനായിട്ട് വഴിവെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഡൗട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്നു. അപ്പോൾ ആ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബന്ധം മുറിയാൻ കാരണമാകുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോസിപ്പ് ആൻഡ് ക്യാരക്ടർ അറ്റാക്ക് ആണ്. അതായത് ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ നശിപ്പിക്കുക. ആ വ്യക്തി വളരെ റഫാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയുള്ള ആളാണ്, അയാൾ ചീത്ത വിളിക്കുന്ന ആളാണ്, അയാൾ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് തോന്നിക്കുന്ന രീതിയിൽ വളരെ സബ്റ്റിലായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ളതായിട്ടുള്ള ആ വ്യക്തിയുടെ പേരിനെ കളങ്കപ്പെടുത്താൻ കാരണമാകുന്നതായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലോ, അല്ലെങ്കിൽ ഈ ബന്ധം തകർക്കേണ്ട രണ്ട് വ്യക്തികളിൽ ഒരാളുടെ അടുത്തോ പോയിട്ട് പതിയെ മറ്റേ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ബന്ധങ്ങൾ തകർക്കുന്ന ഊർജം ഈ വ്യക്തികളിലൂടെ പ്രവർത്തിച്ച് അശക്തമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ അത് തകർന്നു പോകുന്നതിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ശൈശവ ദശയിലുള്ള ഒരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിനെ അത് ബാധിക്കാൻ അല്ലെങ്കിൽ ആ ബന്ധം ഇല്ലാതാകാനൊക്കെ അത് കാരണമാകാനിടയുണ്ട്. ഈ രീതിയിലും ഈ പൈശാചിക വിഭജന തന്ത്രത്തിൻ്റെ ഊർജം ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യത്തേതും രണ്ടാമത്തേതും നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്തതായിട്ടുള്ളത് ഈഗോ ക്ലാഷ് ഉണ്ടാക്കുന്ന വ്യക്തികളാണ്. അവൻ നിന്നെ ബഹുമാനിക്കുന്നില്ല, നിനക്ക് വേണ്ടത്ര വില തരുന്നില്ല എന്ന് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഇരുവരുടെയും ചെവിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഓതിക്കൊടുക്കുകയും അങ്ങനെ ഇവരുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കുകയും അങ്ങനെ ഈഗോയിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബന്ധങ്ങളിലേക്കുള്ള തകർച്ച ഉണ്ടാക്കുകയും അതിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പൈശാചിക ഊർജത്തിന്റെ വിഭജന തന്ത്രമാണ് അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബന്ധത്തിന്റെ മുകളിൽ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബന്ധങ്ങൾ തകർക്കാൻ അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടി ബന്ധങ്ങൾ ഏത് രീതിയിലും തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് എമ്പതി ഇല്ലാത്ത കോൾഡ് പേഴ്സണാലിറ്റീസ് ആണ്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള യാതൊരു മൈൻഡും ഇല്ലാത്തതായിട്ടുള്ള വ്യക്തികൾ ബന്ധങ്ങൾ തകർക്കുന്നതിലേക്ക് പ്രധാന വ്യക്തികളായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അവർ ഡെലിബറേറ്റ്ലി ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് ബന്ധങ്ങൾ തകരും എന്നുള്ളതാണ്. ഈ ഇമോഷണലി മറ്റുള്ളവരെ വളരെ ഡീപ്പായിട്ട് ഹർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇമോഷണൽ ഇന്റലിജൻസും എമ്പതിയും വളരെയധികം കുറവായിരിക്കും.
ഇമോഷണൽ ഇൻ്റലിജൻസും എമ്പതിയും കൃത്യമായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് അധികം ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ബന്ധങ്ങളെ തകർക്കാതെ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഇതിൻ്റെ അഭാവമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധങ്ങൾ തകർക്കുന്നതിലേക്കായിരിക്കും അവരുടെ പ്രവൃത്തികൾ വഴിവെക്കുന്നത്, അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെ പ്രതി. ചില ആളുകളുണ്ട് എപ്പോഴും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ. എന്തു പറഞ്ഞാലും അതിന് നെഗറ്റീവായിട്ടുള്ളൊരു ഉത്തരവായിരിക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം അവർ നെഗറ്റീവായിട്ടുള്ള സൈഡിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും വിഷമത്തിലാക്കും. അവരുടെ ബന്ധങ്ങളും മറ്റുള്ളവരുടെ ബന്ധങ്ങളും ഒക്കെ തകർക്കാനായിട്ട് കാരണക്കാരാകും എന്നുള്ളതാണ്. ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ഒരു പൈശാചിക വിഭജന തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. നിനക്ക് അവൻ അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ആ വ്യക്തിയെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ബന്ധങ്ങളിൽ നിന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതാണ് ഏറ്റവും ഭയക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു തന്ത്രമെന്ന് പറയുന്നത്. ഇവർ ഒരു വ്യക്തിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും, അവർ നിന്നെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് മാറൂ, ആ ബന്ധം ഇനി ആവശ്യമില്ല എന്നൊക്കെ. അങ്ങനെ അശക്തരായിട്ടുള്ള മനസ്സുള്ള വ്യക്തികൾ ഇവരുടെ ഇൻഫ്ലുവൻസിന് ഈസി ആയിട്ട് വശപ്പെടുകയും അങ്ങനെ ബന്ധങ്ങൾ തകരാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഇത് മറികടക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബന്ധങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നമ്മളുടെ ബന്ധത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ബന്ധത്തിൽ പരമാവധി കുറച്ചു നിർത്തുക. അതുപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുമായിട്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഈ ബന്ധം ഉള്ള ആളുമായിട്ട് അയാളോട് നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു വ്യക്തി അയാളെക്കുറിച്ച് പറയുന്നത് നമ്മൾ വിലക്കെടുക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഗോസിപ്പ് എന്ന് പറയുന്ന സംഗതി കേൾക്കാതെ സത്യം എന്താണ് എന്നുള്ളത് സ്വയം വിലയിരുത്തുക. കാരണം ഈ ഗോസിപ്പ് പറയുന്നവരുടെ കൂട്ടത്തിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വേറെ ആൾക്കാരുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളായിരിക്കും അവരുടെ അടുത്ത ടോപ്പിക്. അതുപോലെ തന്നെ അറ്റൻഷൻ സീക്കേഴ്സ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികൾ, ഇങ്ങനെയുള്ളവരുമായിട്ട് പരമാവധി ബന്ധം അല്പം അകറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബന്ധങ്ങൾ തകർക്കാൻ വരുന്നതായിട്ടുള്ള പൈശാചിക ശക്തികൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുവരുന്ന ഒന്നല്ല. അത് നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെ മനസ്സിലാക്കുക, അവെയർ ആയിരിക്കുക, എക്സ്പാൻഡ് യുവർ കോൺഷ്യസ്നസ് ആൻഡ് മൂവ് ഫോർവേഡ്. നമസ്തേ.